നമസ്കാരം. വിജയ് വ്ലോഗ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ജിനുവിന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങള് ഈ കൊറോണ ഒക്കെ ആയതിനു ശേഷം, അതായത് മാർച്ച് ജനുവരിയോ ഫെബ്രുവരിയിലോ കണ്ടോ പോയതാണ്. അപ്പൊ അതിനുശേഷം എത്ര 8-9 മാസത്തോളമായി ഇങ്ങനെ ഒരു തമ്മി കാഴ്ചയൊന്നുമില്ല. അവളുടെ പിള്ളേരുണ്ട്, പിള്ളേരെപ്പോഴും ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് വർത്താനമൊക്കെ പറയുമെങ്കിലും ഇതുവരെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം പിന്നെ അവിടെ ഒരു അമ്മച്ചിയുണ്ട്, ഒരു വല്യമ്മച്ചിയുണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒന്ന് വീണ് കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളെ ഈ നശിച്ച കൊറോണ കാരണം നിങ്ങളെ ഒന്ന് കാണാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞങ്ങളിപ്പം ഇവിടെ ഞങ്ങളുടെ അതിരമ്പുഴയിൽ നേരത്തെ കൊറോണ ഭയങ്കര അതിരൂക്ഷമായിരുന്ന സമയത്ത് അപ്പോൾ അവർക്കൊക്കെ പേടിയായിരുന്നു ഇങ്ങോട്ട് വരാനും ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾക്കും പേടിയായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഉള്ളതിലും കൂടുതലാണ് ഈരാറ്റുപേട്ടയിൽ കൊറോണ. ഈരാറ്റുപേട്ട ഇപ്പം പിന്നെ 2 ആഴ്ചയായിട്ട് കണ്ട് ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഓപ്പൺ ആയോന്ന് അറിയത്തില്ല. ഇപ്പം ഞങ്ങൾ ഈരാറ്റുപേട്ട എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇന്ന് അവളെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഈരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. സാധാരണ ഞായറാഴ്ച കടകൾ അടഞ്ഞു കിടക്കുന്നതാണ് ഒരുമാതിരി. പക്ഷെ എന്നാലും ചില കടകളൊക്കെ തുറന്ന് കാണാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും തുറന്നിട്ടില്ല. പച്ചക്കറി, ബേക്കറി അങ്ങനെയുള്ള കടകളൊക്കെ തുറന്നിട്ടുള്ളൂ. എനിക്കൊന്ന് ലോക്ക്ഡൗൺ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം തന്നെ കടകൾ അടവാണ്. ശരിയാ അല്ലേ? സാധാരണ ഇവിടെ കുറേയൊക്കെ കടകൾ തുറക്കുന്നതായിരുന്നു. വെള്ളമൊന്നുമില്ല, ഫുള്ള് വറ്റി വരണ്ടു. പുറത്ത് തന്നെ ഉണ്ട്. ഞങ്ങളിപ്പോ വീടെത്തി. ഇതാണ് അവരുടെ വീട്. ഒളിഞ്ഞു നോക്കുന്നതിനകത്തൂടെ പാത്രം വെള്ളം കൊടുക്കാനായിട്ട്, വെള്ളവും തീറ്റയൊക്കെ. ആര് കോഴി കൊത്തിയോ? ആരെ കൊത്തി? ചത്തുപോയോ? ഏതപ്പുറത്ത്? അതെ. കണ്ടു. അതെന്നെ പറ്റി അതിന്റെ കണ്ണിന്? അയ്യോ, അതിനെ കൊത്തിയതാണോ കണ്ണിന്? ആണോ? വലിയ കോഴിയല്ലോ. അപ്പുറത്ത് അവിടെ കിടക്കുന്നുണ്ടോ? ഈ കോഴിയുടെ മുട്ടയാണോ നിങ്ങൾ തിന്നുന്നത്? അമ്മ പുഴുങ്ങി തരുവോ മുട്ട? ആണോ? കുഞ്ഞുമറ്റയാണോ? കണ്ണിട്ട് നോക്കിയോ? കൈ ഇട്ടോ? കൊത്തും കേട്ടോ.
അത് കൊത്തു കിട്ടിക്കഴിഞ്ഞാ പിന്നെ കരഞ്ഞേക്കല്ലേ. ആണോ? അതിനിട്ട് കൊത്തിയോ? നീ കരഞ്ഞോ? കരഞ്ഞോണ്ട് ചിരിച്ചോ? നേരെ വെച്ച് തന്നല്ലേടി അവള്. പിന്നെ ഫെയർ ബാൻഡ് കോഴിക്കല്ലേ കൊടുക്കുന്നത്? എന്തിനാ കുഞ്ഞാറ്റ ഇത് പറിക്കുന്നേ? കോഴിക്കോ? കോഴി ഇത് തിന്നുവോ? ഈ ഇലയോ? ആണോ? അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോഴി വളർത്തറി ഭയങ്കര എക്സ്പെർട്ടുകളല്ലേ? ആ പതിയെ പോ. ബാ കോഴിക്ക് കൊണ്ടുപോയി കൊടുക്കാം. ബാ ആ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തോ? അപ്പൊ നിങ്ങള് കുഞ്ഞ് കർഷകരാ അല്ലേ? ആഹാ. കോഴിക്ക് ഞാൻ നോക്കുമ്പോ അവിടെ പള്ള പറിക്കുന്നു. ഞാനൊക്കെ പറഞ്ഞു കോഴിക്ക് കൊടുക്കാനാന്ന്. അതുകൊണ്ടാണ് കൊത്തി തിന്നത്. നരി ഓടിപ്പോവോ? നരി പിടിക്കാൻ വന്നായിരുന്നു അവിടെ? ആണോ? നരിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറുക്കം പോലെ ഒരു സാധനം, ഒരു സൈസ് പൂച്ച. എന്നിട്ടോ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഓടുവോ അത്? ആണോ? എന്നിട്ട് കോഴീനെ പിടിച്ചോണ്ട് പോയോ ഇവിടുന്ന്? ആണോ? ചത്തുപോയോ കോഴി? എന്നിട്ട് എന്നാ ചെയ്തു കോഴീനെ? കുഴിച്ചു മൂടിയോ? എന്നാ ഇതിനെ കറി വെച്ച് മൂടിയോ? എന്നാ പിന്നെ അതിനെ നിങ്ങക്ക് കറി വെച്ച് തിന്നാ പോരായിരുന്നോ? ചാടിപ്പോവും ചാടിപ്പോവും. തുറക്കണ്ട. അടച്ചോ അടച്ചോ അടച്ചോ. അതിനാ? ആ ഇതിനകത്തോട്ട് ഇടാനാണോ? ആ കൊളുത്ത്. എന്നാ പൊക്കോ. ഇതിന്റെ പച്ചയാണോ റെഡാണോ പൊടിപ്പിക്കുന്നത്? അത് റെഡ് പഴുക്കും എന്നായിരിക്കും. ഏലം ഉണ്ടോ ഇവിടെ? അത് കാണിക്കും. ആ ചോല അത് തന്നെ. അവിടെ ഉണ്ടല്ലോ അതും അത് തന്നെയല്ലേ കോഴിക്കോടിന്റെ എടുത്തിരിക്കുന്നതും? അത് തന്നെ. ഇതും ഇത് വേണ്ട കാപ്പിയുടെ പൂവുണ്ടോ അവിടെ? ആ ഇത് കണ്ടോ വെള്ളപ്പൂവ്. ഇതല്ലേ ഏലക്കയില്ലേ? ഏലക്ക ഏലക്ക ആ സാധനം ചായക്കകത്ത് മാത്രമല്ല നമ്മള് കറിക്കകത്തൊക്കെ ഇടും. ആ പായസത്തിലൊക്കെ ഇടുന്ന ഇല ഇതുണ്ടോ? അതിന്റെ ആ ചുവട്ടിലുണ്ടായിരുന്നിപ്പുണ്ട്. ഇതുണ്ടോ? ഇതുണ്ടോ? അത് ഏലം ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ആ സാധനം അതാണ് ഏലം.